പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ 200ാമത്തെ വീഡിയോ ആണിത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ 200ാമത്തെ എപ്പിസോഡ് യാദർച്ഛികമായിട്ട് നമ്മുടെ ഹോളി രംഗപഞ്ചമി ദിനത്തിലാണ്. ഇന്നലെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഹോളി വലിയ ആഘോഷമാണ്, ഹോളി കത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് അവിടെയൊക്കെ ഈ കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി വാരി തേക്കുകയും മിഠായികളൊക്കെ വിതരണം ചെയ്യുന്നൊരു ദിവസമാണ്. നമ്മുടെ ഏതാണ്ട് യാദൃച്ഛികമായിട്ട് നമ്മുടെ ആ 200ാമത്തെ വീഡിയോ ഇന്ന് വന്നത് ഞാൻ ഒരു സന്തോഷമായിട്ട് കരുതുന്നു. അപ്പോൾ ഹോളിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം, അതാണ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഐതിഹ്യം. ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പ്രഹ്ലാദൻ. ഈ പ്രഹ്ലാദൻ സ്വന്തം മകനായിട്ടും അദ്ദേഹം വലിയ വിഷ്ണു ഭക്തനായിരുന്നു. അപ്പോൾ ഈ വിഷ്ണു ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ ഈ അച്ഛന് ഹിരണ്യകശിപുവിന് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വഭാവം വിഷ്ണു ഭക്തനായ കാരണം പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും വധിക്കുവാനായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി ഹോളികയെ ഈ കൃത്യം നിർവഹിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഹോളിയയ്ക്ക് തീ ചാടിയാലൊന്നും സംഭവിക്കത്തില്ലെന്നുള്ള വരവുണ്ട്. അപ്പോൾ അത് കാരണം ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഹോളിക ആ തീ കൊണ്ടത്തി ചാടുന്നു. പക്ഷെങ്കിൽ ഹോളിക തീയിൽ കിടന്ന് വെന്തു മരിക്കുന്നു. ഈ വിഷ്ണുവിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കൃപയോടുകൂടി ഈ പ്രഹ്ലാദൻ രക്ഷപ്പെടുന്നു. അതാണ് നന്മയ്ക്ക് മുകളിൽ തിന്മയ്ക്ക് മുകളിൽ നന്മയ്ക്കുള്ള വിജയം ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പിറ്റേ ദിവസമാണ് ഇത് രാത്രിയിൽ, അതാണ് ഇപ്പോഴും രാത്രിയിൽ എല്ലാവരും ഈ ഹോളി ആഘോഷിക്കുക, ഈ അഗ്നി കൂട്ടി പഴയ സാധനങ്ങളൊക്കെ കത്തിച്ചുമൊക്കെ വലിയ ആഘോഷമാണ്. പിറ്റേ ദിവസം ഈ കളറുകളൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ജീവിക്കുന്ന ഒരു ദിവസമാണ്, നടക്കുന്നൊരു ദിവസമാണ്. ഇന്നെല്ലാം കഴിഞ്ഞ് കാണും, ഉച്ച കഴിയുമ്പോഴത്തേനെല്ലാം കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ നമ്മുടെ 200ാമത്തെ വീഡിയോ വന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളി ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അപ്പം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.